Good morning, girls. Next, we can see the evolution of management. എങ്ങനെയാണ് ഈ മാനേജ്മെൻറ്റിൻ്റെ എവല്യൂഷൻ എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ട് മാനേജ്മെൻറ്റ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ എന്താ. ഇറ്റ് ഈസ് ആസ് ഓൾഡ് ആസ് ഹ്യൂമൻ സിവിലൈസേഷൻ വെൻ പീപ്പിൾ സ്റ്റാർട്ടഡ് ലിവിങ് ടുഗെദർ ഇൻ ഗ്രൂപ്പ്സ്. അതായത് എവിടെ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി വരുന്നുണ്ടോ അവിടെയൊക്കെ മാനേജ്മെൻറ്റ് ഈസ് നീഡഡ്. Okay, so it emerged from the days when man became a social animal എന്നാണ് പറയുന്നത്. അപ്പോൾ സോഷ്യൽ ആനിമൽ ആയി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ഉണ്ടായി കാണണം ഈ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ബട്ട് ദ സ്റ്റഡി ഓഫ് മാനേജ്മെൻറ്റ് ഇസ് എ റീസെൻറ്റ് ഫിനോമിനൻ. അതായത് MBA, അതായത് മാനേജ്മെൻറ്റ് എന്നുള്ള ഒരു ഡിസിപ്ലിൻ എമേർജ് ചെയ്തത് ഈ അടുത്ത കാലത്തായും കൊണ്ടാണ്. ഓക്കെ, അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ മാനേജ്മെൻറ്റിൻ്റെ ഓരോ തെളിവുകൾ എടുത്ത് നോക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് പല കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അതായത് മാനേജ്മെൻറ്റ് ഏത് കാലം മുതൽക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് സം കൈൻഡ് ഓഫ് മാനേജ്മെൻറ്റ് വാസ് ഇൻ എക്സിസ്റ്റൻസ് ഈവൻ ഇൻ ആൻഷ്യൻ പീരിയഡ് എന്നാണ് പറയുന്നത്. മെൻ വെയർ ഫുഡ് ഗ്യാദറേഴ്സ് മേക്കിംഗ് ദെയർ ലിവിങ് ബൈ ഹണ്ടിങ്, ഫിഷിങ് ആൻഡ് കളക്ടിങ് ബെറീസ് ആൻഡ് നട്ട്സ്. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, കാട്ടുമനുഷ്യന്മാരായി ജീവിച്ച കാലം മുതൽ. അതായത് ഇഫ് വി എക്സാമിൻ ദ കൾച്ചർ ഓഫ് ദ പ്രിമിറ്റീവ് മെൻ then we can assume that some aspect of management was prevalent. Okay, അപ്പോൾ the primitive society had its codes for the conduct of business. അതേമാതിരി റൂൾസ് റിഗാർഡിംഗ് ദ റോൾസ് ഓഫ് പാരൻസ്, പണിഷ്മെൻറ്റ് ഫോർ റോങ് ഡൂയിങ്, റൈറ്റ്സ് ഫോർ ദ വർഷിപ്പ് ഓഫ് ഗോഡ്സ്, മാനേഴ്സ്, പ്രസൻറ്റിംഗ് proper ways to eat and the like. Okay, അപ്പോൾ എന്താ പറയുക, എ ലീഡർ വാസ് ദെയർ വിത്ത് ദ അഡ്വെൻറ്റ് ഓഫ് പ്രാക്ടീസ്ഡ് അഗ്രികൾച്ചർ. അതേപോലെ എന്താ പറയുക, സ്മോൾ വില്ലേജ് ഗ്രൂ ആൻഡ് സിവിലൈസേഷൻ ഇവോൾവ്. ദ മാനേജർ ഓർ ലീഡർ ടു ഗ്രൂ ആൻഡ് ഇവോൾവ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്തും പുരാതന കാലം മുതൽക്ക് തന്നെ എന്തും ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അവിടെ ഒരു ലീഡർ അല്ലെങ്കിൽ ഒരു മാനേജറും ഉണ്ടാവാറുണ്ട്. ഓക്കെ, സോ ദേ ബിക്കം ദ പ്രീസ്റ്റ് അല്ലെങ്കിൽ ദ കിങ്സ് ആൻഡ് ദ അപ്പോയിൻറ്റഡ് മിനിസ്റ്റേഴ്സ് ഹോൾഡിംഗ് പവർ ആൻഡ് വെൽത്ത് ഇൻ ദിയർ സൊസൈറ്റി. അപ്പം നോക്കുന്ന സമയത്ത് many ancient rulers use their trusted servants to carry out എന്താ പറയുക their wishes. അതേമാതിരി ഗിവിങ് സച്ച് സെർവൻസ് ദ നെസസറി അതോറിറ്റി ടു ആക്ട് ഫോർ ദ റൂളർ. കണ്ടില്ലേ, രാജാക്കന്മാർ ചിലർക്ക് എന്ത് കൊടുക്കും, അതോറിറ്റി കൊടുക്കും. അത് അവർ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? രാജാവ് ചെയ്യുന്നതിന് പകരമായിട്ട് അവർ ചെയ്യുന്നു. അങ്ങനെ അതേപോലെ ടു മാനേജ് ദ ഡെവലപ്ഡ് റൂൾസ്. അതേപോലെ സം ഓഫ് ദ ഏർലിയസ്റ്റ് റിട്ടൺ ഡോക്യുമെൻറ്റ്സ് ഇൻ ദ വേൾഡ് found in the Sumerian civilization of 5,000 years ago as evidences of managerial control practices. മനസ്സിലായല്ലോ. പിന്നെ അതേപോലെ നമ്മൾ ഈ ഈജിപ്ഷ്യൻ ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ, അതായത് ഇൻ്റർപ്രിറ്റേഷൻസ് ഓഫ് ഏർലി ഈജിപ്ഷ്യൻ പാപ്പിറസ് extending as far as back as 1300 BC indicate the recognition of the importance of organization and administration in മാനേജ്മെൻറ്റ്. അതുമാതിരി ഓരോ സിവിലൈസേഷൻ എടുത്ത് നോക്കുകയാണെങ്കിലും നമുക്ക് എന്ത് കാണാൻ പറ്റുന്ന പറയുന്നത്, അവിടെ ദ കോൺസെപ്റ്റ് ഓഫ് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ദറ്റ് വാസ് വെൽ റെക്കഗ്നൈസ്ഡ് ഇൻ ദി സൊസൈറ്റി. ഓക്കെ, അതേപോലെ ദർ വെർ ഓൾസോ റെക്കോർഡ്സ് ടു ഇൻഡിക്കേറ്റ് എക്സിസ്റ്റൻസ് ഓഫ് മാനേജ്മെൻറ്റ് ഇൻ ആൻഷ്യൻറ്റ് ചൈന. അതായത് ചൈനയിൽ നോക്കുകയാണെങ്കിൽ ദ റെക്കോർഡ്സ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ ചൈനീസ് ഗവൺമെൻറ് സ്റ്റാർട്ടഡ് ദ സയൻറ്റിഫിക് സെലക്ഷൻ ഓഫ് വർക്ക്മെൻ ബൈ മീൻസ് ഓഫ് എക്സാമിനേഷൻ എബൌട്ട് 120 BC. ഇന്നത്തെ കാലം മുതൽ തന്നെ ആളുകൾ അങ്ങനെയൊക്കെയാണ് അപ്പോയിൻറ്റ് ചെയ്തിരുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ കാണിക്കുന്നത് എന്താ, അന്നത്തെ കാലം മുതലേ മാനേജ്മെൻറ്റ് ഉണ്ട് എന്നുള്ളതാണ്. മനസ്സിലായോ? അങ്ങനെ there were evidences to indicate the appreciation of management function in ancient Greece also. Okay, but the existence of Athenian Commonwealth with its councils, popular courts, administrative officials and board of generals is an indication of the appreciation of management function in ancient Greek എന്നാണ് പറയുന്നത്. പിന്നെ ഇന്ത്യയിലെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇൻ ഇന്ത്യ ബ്രാഹ്മൺ
കൗട്ടില്യ എന്ന് പറഞ്ഞ ആളെ പറ്റി കേട്ടിട്ടില്ലേ? അതായത് അയാളുടെ പേര് ശരിക്കും വിഷ്ണുഗുപ്ത എന്നായിരുന്നു. ഹിസ് പ്രിൻസിപ്പിൾ വർക്ക്സ് അർത്ഥശാസ്ത്ര ഇൻഡിക്കേറ്റ്സ് എ നമ്പർ ഓഫ് ആസ്പെക്ട്സ് ഓഫ് മാനേജ്മെൻറ്റ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രിൻസിപ്പിൾ വർക്കാണ് അർത്ഥശാസ്ത്ര എന്ന് പറയുന്നത്. അർത്ഥശാസ്ത്രയിലും ഇതിനെ കുറിച്ചിട്ട് കുറേ പറയുന്നുണ്ട്. ഓക്കെ, മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ട്. ഓക്കെ, സോ ഇറ്റ് വാസ് വൺ ഓഫ് ദ ഏർലിയസ്റ്റ് ആൻഡ് മോസ്റ്റ് കോംപ്രഹെൻസീവ് വർക്ക്സ് ഓൺ ഓർഗനൈസേഷൻ മാനേജ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ അഫെയേഴ്സ് ഓഫ് ദി സ്റ്റേറ്റ്. ഈ അർത്ഥശാസ്ത്രം എഴുതിയത് എപ്പോഴാണെന്നറിയോ? അബൌട്ട് 321 BC. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാൻ പറ്റും അന്നത്തെ കാലത്തൊക്കെ മാനേജ്മെൻറ്റ് ആസ്പെക്ട്സ് ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവുകളാണിതെല്ലാം. ഓക്കെ, അതേപോലെ ചാണക്യ ഇസ് ദ ഏർലിയസ്റ്റ് റൈറ്റർ ഇൻ മാനേജ്മെൻറ്റ് ഹൂസ് വർക്ക് വാസ് വെരി കോംപ്രഹെൻസീവ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഡിസ്കഷൻ എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഇറ്റ് ഇസ് ക്ലിയർ ദാറ്റ് മാനേജ്മെൻറ്റ് വാസ് പ്രാക്ടീസ്ഡ് ഇൻ വൺ ഫോം ഓർ അതർ ഈവൻ ഇൻ ആൻഷ്യൻ ടൈംസ്. ബട്ട് ദ പ്രിൻസിപ്പിൾസ് ഓഫ് സയൻസ് വെർ നോട്ട് അപ്ലൈഡ് ടു മാനേജ്മെൻറ്റ്. അതായത് ഇൻ ഓൾഡൻ ഡേയ്സ് ഇറ്റ് വാസ് സീൻ ദാറ്റ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് വെർ നോട്ട് മച്ച് യൂസ്ഡ് ഇൻ ദ ബിസിനസ് ഓൺ അക്കൗണ്ട് ഓഫ് ലിമിറ്റഡ് സൈസ് ഓഫ് ബിസിനസ് യൂണിറ്റ്സ്. അന്നത്തെ കാലത്തൊക്കെ ബിസിനസ്സിൻ്റെ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ ബിസിനസ്സുകളേ ഉള്ളൂ. ഇന്നത്തെ പോലെ ഭയങ്കര ഈ ഇൻഡസ്ട്രിയലൈസേഷന് ശേഷമാണ് ഇത്രയും ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അന്നത്തെ ബിസിനസ്സിൻ്റെ സൈസ് കുറവായത് കൊണ്ട് അതിനനുസരിച്ച് മാനേജ്മെൻറ്റ് മതിയായിരുന്നു എന്നുള്ളതാണ് വേറൊരു സത്യം. മനസ്സിലായോ? അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഓരോ ഇവല്യൂഷൻ നോക്കുന്ന സമയത്ത് ഡ്യൂറിങ് ദ ലാസ്റ്റ് 100 years മാനേജ്മെൻറ്റ് ഹാസ് ബിക്കം എ മോർ സയൻറ്റിഫിക് ഡിസിപ്ലിൻ വിത്ത് certain standardized principles and practices. So the evolution of management thought during this period can be studied in 3 parts. അത് നമ്മളൊന്ന് നോക്കാൻ പോവുകയാണിത്. ഇവല്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ 3 അപ്രോച്ചസാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ മാനേജ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത്, മാനേജ്മെൻറ്റ് തോട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. മാനേജ്മെൻറ്റ് തോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് റെഫേഴ്സ് ടു ദ തിയറീസ് ദാറ്റ് ഗൈഡ് മാനേജ്മെൻറ്റ് ഓഫ് പ്രിൻസിപ്പിൾ ഇൻ ദി ഓർഗനൈസേഷൻ. അപ്പോൾ ഇനീഷ്യലി ദീസ് തിയറീസ് ഡെവലപ്ഡ് ഔട്ട് ഓഫ് practical experiences of managers in the industrial enterprises. Later on, they borrowed some ideas from other fields of study like science, anthropology, sociology, etc. ഈ മാനേജ്മെൻറ്റ് തിയറീസ് ഞാൻ പറഞ്ഞ് 3 ഇതായിട്ട് പഠിക്കാനുണ്ട് നമുക്ക്. അതായത് ഏർലി ക്ലാസിക്കൽ അപ്രോച്ചസ് എന്ന് പറയും. ഇതിനെയാണ് നമ്മൾ ശരിക്കും എന്ത് പറയുന്നത്? റെപ്രസെൻറ്റഡ് ബൈ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് ആൻഡ് ബ്യൂറോക്രസി. അതിനെ നമ്മൾ പ്രീ സയൻറ്റിഫിക് തിയറീസ് എന്നും പറയും. ഓക്കെ, ഏർലി ക്ലാസിക്കൽ അപ്രോച്ച്. പിന്നെ രണ്ടാമതായിട്ട് വരുന്നത് ബിഹേവിയറൽ അപ്രോച്ചാണ്. അതിനെ ബിഹേവിയറൽ അപ്രോച്ച് എന്ന് പറയുമ്പോൾ അവിടെ നിയോ ക്ലാസിക്കൽ അപ്രോച്ചാണ്. മനസ്സിലായല്ലോ? അപ്പോൾ നിയോ ക്ലാസിക്കൽ അപ്രോച്ചിൽ 2 എണ്ണമാണ് വരുന്നത്. ഏതൊക്കെയാണ്? ദ ഹ്യൂമൻ റിലേഷൻസ് മൂവ്മെൻറ്റ് ആൻഡ് ബിഹേവിയറൽ അപ്രോച്ച്. ദെൻ തേർഡ് വൺ ഇസ് മോഡേൺ അപ്രോച്ച്. മോഡേൺ അപ്രോച്ച് വരികയാണെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് വരും, സിസ്റ്റംസ് അപ്രോച്ച് ആൻഡ് കണ്ടിൻജൻസി അപ്രോച്ച്. ഇങ്ങനെയാണ് നമ്മൾ ഇവല്യൂഷൻ നോക്കാൻ പോണത്. 3 എണ്ണമായിട്ടാണ്. ഏതാണ്? പ്രീ സയൻറ്റിഫിക് തിയറീസ് അല്ലെങ്കിൽ ക്ലാസിക്കൽ തിയറീസ് വരുന്നുണ്ട്. ദെൻ ബിഹേവിയറൽ തിയറീസ് അല്ലെങ്കിൽ നിയോ ക്ലാസിക്കൽ തിയറീസ് എന്ന് പറയും. പിന്നെ മോഡേൺ മാനേജ്മെൻറ്റ് അപ്രോച്ചസ്. അപ്പോൾ 3ഉം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പം ഈ പ്രീ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറി എന്ന് പറഞ്ഞാൽ ഏർലി ക്ലാസിക്കൽ അപ്രോച്ചിൽ, അതായത് ആൻഷ്യൻ തിയറീസ് ആണ് ശരിക്കും ഇത്. ഇതിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് ആരുടെയൊക്കെ കോൺട്രിബ്യൂഷൻസ് ആണെന്നറിയോ? എടുത്ത് പറയേണ്ടത് ചാൾസ് ബാബേജ്, ജെയിംസ് മോൺഗോമറി, അതേമാതിരി ഓവൻ, ആൻഡ്രൂ, ചാൾസ് ട്യൂപ്പിൻ, ഹെൻറി റോബിൻസൺ, അതേമാതിരി ജെയിംസ് വാട്ട് ആൻഡ് മാത്യു റോബിൻസൺ ബോൾട്ടൺ വാൾട്ട്, ദെൻ ക്യാപ്റ്റൻ ഹെൻറി മെറ്റ്കഫെ. അപ്പോൾ these theories solved specific organizational problems, but they are not universally accepted theories that can be applied in all organizations. അപ്പോൾ അവർ ഏതെങ്കിലും ഒരു ഏരിയ മാത്രം പഠിച്ചുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ അത് ഇറ്റ് ഈസ് നോട്ട് യൂണിവേഴ്സലി ആപ്ലിക്കബിൾ. അങ്ങനെയാണ് ക്ലാസിക്കൽ തിയറീസ് വരുന്നത്, ഏർലി ക്ലാസിക്കൽ തിയറീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്ലാസിക്കൽ തിയറീസിൽ എങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ചാൽ ദേ റെപ്രസെൻറ്റ് ഏർലി വർക്ക്സ് ഓൺ മാനേജ്മെൻറ്റ് and focus on increasing industrial output by providing financial incentives to employees. അപ്പോൾ the classical approach was developed through
3 മെയിൻ സ്ട്രീംസ്. അതായത് ഏതൊക്കെയാണ്? സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് തിയറി ആൻഡ് ബ്യൂറോക്രസി. ഓക്കെ, അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് ആദ്യം ഈ സയൻറ്റിഫിക് തിയറി എന്ന് പറയുമ്പം FW ടൈലർ ആണല്ലോ ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ദ സ്ട്രെസ് ഇൻ ദ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് അപ്രോച്ച് ഇസ് ഓൺ ദ ടാസ്ക് ആസ്പെക്റ്റ് ഓഫ് ഗ്രൂപ്പ് എഫേർട്ട്. അതായത് ടൈലർ ഡെവലപ്പ് ചെയ്തതാണ് ഈ തിയറി ഓൺ ദ ബേസിസ് ഓഫ് ഹിസ് വർക്ക് എക്സ്പീരിയൻസ് ഇൻ 3 കമ്പനീസ്. 3 കമ്പനിയിലാണ് അദ്ദേഹം വർക്ക് ചെയ്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? മിഡ്വെയിൽ സ്റ്റീൽ വർക്ക്സ്, അതേമാതിരി സിമോണ്ട് റോളിംഗ് മിൽസ് ആൻഡ് ബെത്ലഹേം സ്റ്റീൽ കമ്പനി. ആ 3 കമ്പനിയിൽ വർക്ക് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് എന്നാണ് അദ്ദേഹം ഈ തിയറി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഹി ഫോക്കസ്ഡ് ഓൺ ഫൈൻഡിങ് ദ ബെസ്റ്റ് വേ ടു ഡു ദ ജോബ് ബൈ എലിമിനേറ്റിംഗ് വേസ്റ്റേജ് ഓഫ് മെൻ ആൻഡ് മെറ്റീരിയൽ. ആവശ്യത്തിൽ കൂടുതൽ ആളുകളെ നിയമിക്കേണ്ട ആവശ്യമില്ല, മെറ്റീരിയലും യൂസ് ചെയ്യാതെ വേസ്റ്റേജ് റെഡ്യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നല്ല രീതിയിൽ ബെസ്റ്റ് പോസിബിൾ റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് അദ്ദേഹം പഠിച്ചത്. സോ ഹി ഡെവലപ്ഡ് ടൈം ആൻഡ് മോഷൻ സ്റ്റഡീസ് ടു ഫൈൻഡ് ഒപ്റ്റിമം ടൈം ആൻഡ് നേച്ചർ ഓഫ് ഓപ്പറേഷൻസ് ഫോർ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ടാസ്ക്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ടാസ്ക് ആസ്പെക്റ്റാണ് അയാൾ എടുത്തത്. അപ്പോൾ ആ ടാസ്ക് എത്ര കൃത്യമായിട്ട്, അതായത് അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഡെവലപ്പ് ചെയ്ത 2 സ്റ്റഡീസാണ് ടൈം സ്റ്റഡി, മോഷൻ സ്റ്റഡി. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. അങ്ങനെ അത് വെച്ചും കൊണ്ടാണ് അയാൾ എങ്ങനെ സക്സസ്ഫുള്ളായിട്ട് ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളത്, അതിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫോക്കസ്. ഓക്കെ, ഹി ഓൾസോ ഇൻട്രൊഡ്യൂസ്ഡ് ഡിഫറൻഷ്യൽ വേജ് റേറ്റ് സിസ്റ്റം ടു പേ മോർ ടു പ്രൊഡക്റ്റീവ് വർക്കേഴ്സ്. അതായത് ഈ 2 സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്തത് അദ്ദേഹമാണ്. ഏതൊക്കെയാണ്? ഡിഫറൻഷ്യൽ വേജ് റേറ്റ് സിസ്റ്റം ടു പേ മോർ ടു പ്രൊഡക്റ്റീവ് വർക്കേഴ്സ്. അപ്പം പ്രിൻസിപ്പിൾസ് ഓഫ് ടൈലേഴ്സ് തിയറിയിൽ വരുന്നത് എന്താണ്? കൂടുതലായിട്ട് നമുക്ക് അത് പഠിക്കാനുണ്ട്, ആ സമയത്ത് ഞാൻ പറയാം കേട്ടോ. ദെൻ ഇവല്യൂഷൻ ഫയോൾസ് ആണ് ഈ ക്ലാസിക്കൽ അപ്രോച്ചിൽ വരുന്ന വേറെ ഒന്നാണ്. എന്ത്? ഹെൻറി ഫയോൾ. ഹീ ഈസ് കൺസിഡേർഡ് ടു ബി ദ ഫാദർ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് തിയറി with focus on the development of broad administrative principles applicable to general and higher managerial levels. അതായത് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. ഒരുപാട് പ്രിൻസിപ്പിൾസ് അദ്ദേഹം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സോ ദ എംഫസൈസ് ഓഫ് ദിസ് അപ്രോച്ച് വാസ് ഓൺ laying down universal principles of management. So Fayol focused on managing the organization as a whole rather than lower levels of organization only. അതായത് FW ടൈലർ ടാസ്കിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തതെങ്കിൽ ഇദ്ദേഹം എന്താ ചെയ്തത്? ഫയോൾ എന്താ ചെയ്തതെന്ന് പറയുന്നത്, ഹി മാനേജിങ് ഹിസ് ഫോക്കസ് ഇസ് ഓൺ മാനേജിങ് ദ ഓർഗനൈസേഷൻ ആസ് എ ഹോൾ. ഹിസ് തിയറി റിവോൾവ്സ് അറൗണ്ട് ആക്ടിവിറ്റീസ് ഓഫ് ദ ബിസിനസ്. ആക്ടിവിറ്റീസ് ഓഫ് ദ ബിസിനസ് എന്ന് പറയുമ്പോൾ ടെക്നിക്കൽ, കമേഴ്ഷ്യൽ, ഫിനാൻഷ്യൽ, സെക്യൂരിറ്റി, അക്കൗണ്ടിങ് ആൻഡ് മാനേജീരിയൽ. അതേപോലെ ഫങ്ഷൻസ് ഓഫ് എ മാനേജർ. ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് നമ്മൾ എത്രയോ പ്രാവശ്യം കേട്ട് കഴിഞ്ഞ്. പ്ലാനിങ്, ഓർഗനൈസിങ്, കമാൻഡിങ്, കോർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോൾ. ദെൻ എബിലിറ്റീസ് ഓഫ് മാനേജർ, അതായത് ഫിസിക്കൽ എബിലിറ്റീസ്, മെൻറ്റൽ, മോറൽ, ജനറൽ എഡ്യൂക്കേഷൻ, സ്പെഷ്യൽ നോളജ് ആൻഡ് എക്സ്പീരിയൻസ് എക്സെട്ര. ഓക്കെ, അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ തിയറീസ് ഇവോൾവ് ചെയ്യുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മനസ്സിലാവുന്നുണ്ടോ? 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് പഠിക്കാനുണ്ട്. അത് നമുക്ക് ആ സമയത്ത് പഠിക്കുക എത്തുമ്പം. ഓക്കെ, അപ്പം ഈ ഫയോൾസ് തിയറി ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് ഹിസ് പ്രിൻസിപ്പിൾസ് ആർ വൈഡ്ലി ആക്സെപ്റ്റഡ് ഇൻ ബിസിനസ് ആൻഡ് നോൺ ബിസിനസ് വേൾഡ്. അതായത് ബിസിനസ്സിൽ മാത്രമല്ല അല്ലാത്ത സ്ഥലങ്ങളിലും ഇത് അപ്ലിക്കബിൾ ചെയ്തിട്ട് യൂണിവേഴ്സലി ആപ്ലിക്കബിൾ പ്രിൻസിപ്പിൾസ് ആണെന്നുള്ളത് മനസ്സിലായി. അതേമാതിരി ഹീ പെയിനീഡ് ഇൻ ഹൈലൈറ്റിംഗ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. മനസ്സിലായല്ലോ? അപ്പം ഫയോൾസ് തിയറി കുറച്ചും കൂടെ എന്തായി എന്നാണ് പറയുന്നത്? ദ എംഫസൈസ് ഓഫ് ദിസ് അപ്രോച്ച് വാസ് ഓൺ ലേയിങ് ഡൗൺ യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ്. അതായത് എല്ലാം യൂണിവേഴ്സലി അപ്ലിക്കബിളായ പ്രിൻസിപ്പിൾസാണ് ഫയോളിൻ്റെത്. പിന്നെ വരുന്നത് ക്ലാസിക്കൽ അപ്രോച്ചിൽ വരുന്നത് മാക്സ് വെബറാണ്. മാക്സ് വെബേഴ്സ് ബ്യൂറോക്രസി തിയറി. ഹീ ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് ബ്യൂറോക്രസി. നമ്മളിപ്പോൾ 3 പഠിച്ച്. ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് FW ടൈലർ, ഫാദർ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് തിയറി ഹെൻറി ഫയോൾ, മൂന്നാമത് വരുന്നതാണ് മാക്സ് വെബർ. ഹീ ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് ബ്യൂറോക്രസി.
അപ്പോൾ ഇൻ ബ്യൂറോക്രാറ്റിക് ഓർഗനൈസേഷൻസ് പീപ്പിൾ ഏൺ പൊസിഷൻ ബിക്കോസ് ദേ ആർ presumed to be the best capable of filling them. മനസ്സിലായല്ലോ. അപ്പോൾ ദിസ് അപ്രോച്ച് ഫോക്കസ്ഡ് ഓൺ ഫോളോയിങ് സ്റ്റാൻഡേർഡ് റൂൾസ്, അതായത് കുറേ സ്റ്റാൻഡേർഡ് റൂൾസ് ഉണ്ട്, അത് ഫോളോ ചെയ്തുകൊണ്ടാണ് ഈ അപ്രോച്ച് ഉണ്ടായത്. അപ്പം മാക്സ് വെബറാണ് ഒരു ജർമ്മൻ സോഷ്യോളജിസ്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഹി ഇൻട്രൊഡ്യൂസ്ഡ് ദ റേഷണൽ ലീഗൽ അതോറിറ്റി സിസ്റ്റം മോഡൽ ടു മാനേജ് ദി ബിസിനസ് ഓർഗനൈസേഷൻ. അതായത് അദ്ദേഹത്തിൻ്റെ മോഡലിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നെന്ന് വെച്ചാൽ ഡിവിഷൻ ഓഫ് വർക്ക്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഹിയറാർക്കി ഓഫ് അതോറിറ്റി, ടെക്നിക്കൽ കോമ്പിറ്റൻസ്, റെക്കോർഡ് കീപ്പിംഗ്, ഇംപേഴ്സണൽ റിലേഷൻസ് എക്സെട്ര. മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെ സ്പെഷ്യലൈസേഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. എന്നാലും ഞാനൊന്ന് ചുരുക്കി പറയാം. ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ടോട്ടൽ വർക്ക് ഓഫ് ദ ഓർഗനൈസേഷൻ ഇസ് ഡിവൈഡഡ് ഇൻ ടു ഓരോ എക്സ്പേർട്സിനാവും, ആ എക്സ്പേർട്സിന് അത് കൊടുക്കും. ഇപ്പം അക്കൗണ്ടിങ് ഭാഗമാണെങ്കിൽ അക്കൗണ്ടൻസിനെ ഏൽപ്പിക്കാം, പ്രൊഡക്ഷൻ ആണെങ്കിൽ അതിന് പറ്റിയിട്ടുള്ള ആളുകൾ, അങ്ങനെ എന്താ പറയുക, വർക്ക് ഇസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്. ഓക്കെ. അതേമാതിരി കൃത്യമായിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്. അപ്പോൾ ഇങ്ങനെയൊരു ബ്യൂറോക്രസിയാണ് അവിടെ വന്നത്. മനസ്സിലായല്ലോ. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ അതൊക്കെയാണ്. ഈ തിയറി ഇവാലുവേറ്റ് ചെയ്യണം, നമുക്ക് മനസ്സിലാക്കാം ഇതിനെന്തൊക്കെ ഉണ്ടായിരുന്ന അഡ്വാൻറ്റേജസ് ഓഫ് സ്പെഷ്യലൈസേഷൻ. സ്പെഷ്യലിസ്റ്റിനെയാണ് ആ കാര്യങ്ങൾ ഏൽപ്പിക്കുക. അതേപോലെ റാഷണാലിറ്റി ലീഡ്സ് ടു എഫിഷ്യൻസി, ദെൻ ലീഡ്സ് ടു ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, then depersonalization leads to equal treatment of all workers, and it facilitates growth of large scale organization. Okay. അപ്പോൾ ഈ ബിഹേവിയറൽ തിയറീസിൽ ദീസ് തിയറീസ് ഫോക്കസ് ഓൺ ഓർഗനൈസേഷണൽ ഗോൾസ് എലോങ് വിത്ത് സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഹ്യൂമൻ നീഡ്സ്. ഹ്യൂമൻ സാറ്റിസ്ഫാക്ഷന് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഏത് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്, ഓർഗനൈസേഷണൽ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തിയറി കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അതായത് ഷിഫ്റ്റ്സ് ഇൻ ഫോക്കസ് ഫ്രം വർക്ക് പ്ലേസ് കണ്ടീഷൻ ടു ഹ്യൂമൻ സൈഡ് ഓഫ് ദി ഓർഗനൈസേഷൻ. പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് പറയാം ഈ പീപ്പിൾ ഓറിയൻറ്റഡ് അപ്രോച്ച് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ദി പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ് അപ്രോച്ച്. അതായത് പീപ്പിൾ ഓറിയൻറ്റഡ് അപ്രോച്ചിൽ നിന്ന് ഏതിലേക്ക് മാറി, പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ് അപ്രോച്ചിലേക്ക് മാറി. അപ്പോൾ ഇതിൽ വരുന്ന രണ്ട് ഇമ്പോർട്ടൻറ്റ് തിയറീസാണ് ഹ്യൂമൻ റിലേഷൻസ് തിയറി, ബിഹേവിയറൽ സയൻസ് തിയറി. ഓക്കെ. അപ്പോൾ ഈ ബിഹേവിയറൽ തിയറീസ് മനസ്സിലായല്ലോ. ഇതിനെയാണ് നമ്മളെ ടെക്സ്റ്റിൽ നിയോ ക്ലാസിക്കൽ അപ്രോച്ച് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൽ നമ്മൾ ആദ്യം നോക്കാൻ പോണത് ഹ്യൂമൻ റിലേഷൻസ് തിയറിയാണ്. ഹ്യൂമൻ റിലേഷൻസ് തിയറി അതിൻ്റെ എൽട്ടൺ മേയോ ആണ് ദ ഫാദർ ഓഫ് ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് തിയറി ഫോക്കസ് ഓൺ ഇൻക്രീസിങ് ഓർഗനൈസേഷണൽ പ്രൊഡക്ടിവിറ്റി ബൈ ഇൻക്രീസിങ് ദ മൊറൈൽ ഓഫ് വർക്കേഴ്സ്. അപ്പോൾ അവിടെ രണ്ടിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഹ്യൂമൻ റിലേഷൻസിനാണ്. അതായത് വർക്കേഴ്സിൻ്റെ മൊറൈൽ ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഓർഗനൈസേഷൻസ് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക, അതിനാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തത്. സോ ദ റിസൾട്ട്സ് വെർ ഒബ്റ്റെയിൻ ത്രൂ എക്സ്പെരിമെൻറ്റ്സ്, ടെസ്റ്റ് റൂം സ്റ്റഡീസ് നടത്തി, ഇലുമിനേഷൻ എക്സ്പെരിമെൻറ്റ്, റിലേ അസംബ്ലി റൂം എക്സ്പെരിമെൻ്റ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് മാനേജ്മെൻറ്റ് സ്കൂൾസ് ഓഫ് തോട്ടിൽ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ. അപ്പോൾ ഹ്യൂമൻ റിലേഷൻസ് മൂവ്മെൻറ്റിൽ ഇത്ര ഉണ്ടെന്ന് മനസ്സിലാക്കി, ഒരു നിയോ ക്ലാസിക്കൽ അപ്രോച്ച് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് ഈ ഇന്നാഡിക്വസീസ് ഓഫ് ടൈലേഴ്സ് ആൻഡ് ഫെയോൾസ് മാനേജ്മെൻറ്റ് തിയറീസ് ലെഡ് ടു ഫോർമേഷൻ ഓഫ് ഹ്യൂമൻ റിലേഷൻസ് മൂവ്മെൻറ്റ് ഇൻ മാനേജ്മെൻറ്റ്. അപ്പോൾ ഏർലി ക്ലാസിക്കൽ അപ്രോച്ചസ് ഫെയിൽ ടു അച്ചീവ് കംപ്ലീറ്റ് പ്രൊഡക്ഷൻ എഫിഷ്യൻസി ആൻഡ് വർക്ക് പ്ലേസ് ഹാർമണി എന്നാണ് പറയുന്നത്. ദ മെയിൻ ഫോക്കസ് ഓഫ് ദിസ് മൂവ്മെൻറ്റ്, ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ചിൻ്റെ മെയിൻ ഫോക്കസ് എന്തിനായിരുന്നെന്ന്, പീപ്പിൾ സൈഡ് ഓഫ് ദി ഓർഗനൈസേഷൻ. മനസ്സിലായോ? അപ്പോൾ ദ റിയൽ ഇൻസ്പിറേഷൻ ഫോർ ദ മൂവ്മെൻറ്റ് കെയിം ഫ്രം ഹോത്തോൺ എക്സ്പെരിമെൻറ്റ്സ്. ഹോത്തോൺ എക്സ്പെരിമെൻറ്റ്സ് എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. ഡൺ ബൈ പ്രൊഫസർ എൽട്ടൺ മേയോ ആൻഡ് ഹിസ് കൊളീഗ്സ് അറ്റ് ദി വെസ്റ്റേൺ ഇലക്ട്രിക് കമ്പനി പ്ലാന്റ്. ഓക്കെ. അപ്പം ദ ത്രസ്റ്റ് ഓൺ ഹ്യൂമൻ ആസ്പെക്റ്റ് ഓഫ് എ ഗ്രൂപ്പ് എഫേർട്ട് ഇസ് ദ മെയിൻ ഫീച്ചർ ഓഫ് ദിസ് മൂവ്മെൻറ്റ്. മനസ്സിലായോ ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച് എന്താണെന്നുള്ളത്? ഇനി നമ്മൾ നോക്കാൻ പോണത് ബിഹേവിയറൽ അപ്രോച്ചാണ്. ബിഹേവിയറൽ അപ്രോച്ച് ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞ്, ബിഹേവിയറൽ അപ്രോച്ച് എന്ന് പറഞ്ഞ് നിയോ ക്ലാസിക്കലിൽ വരുന്നതാണ്. ബിഹേവിയറൽ തിയറീസിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇറ്റ് ഈസ് എൻ അപ്രൂവ്ഡ് വേർഷൻ ഓഫ് ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച്. ഇതിൻ്റെ മെയിൻ അതായത് ബിഹേവിയറൽ സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത് ഇവരൊക്കെയായിരുന്നു. ആരൊക്കെയാണ്? മെക്ഗ്രെഗർ, എബ്രഹാം മാസ്ലോ, ചെസ്റ്റൻ ബേർണേഡ്, മേരി പാർക്കർ ഫോളറ്റ് ആൻഡ് ലിക്കേർട്ട് are some of the behavioral scientists who made signal contributions to the development of this approach.
അപ്പോൾ the approach recognizes practical and situational constraints of human behavior. മനസ്സിലായല്ലോ. ഹാർമണൈസിങ് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി കൺട്രോൾ പ്രോസസ് ആൻഡ് എൻകറേജിങ് ദ പ്രോസസ് ഓഫ് സെൽഫ് ഡിറക്ഷൻ ആൻഡ് കൺട്രോൾ ഇൻസ്റ്റെഡ് ഓഫ് ഇമ്പോസ്ഡ് കൺട്രോൾ. അപ്പോൾ മനസ്സിലായി. നിയോ ക്ലാസിക്കൽ അപ്രോച്ച് രണ്ട് തരത്തിലാണ്. ഹ്യൂമൻ റിലേഷൻസ് മൂവ്മെൻ്റ് ആണ്, പിന്നെ ബിഹേവിയറൽ അപ്രോച്ച്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഏതാണെന്നറിയാം. അപ്പോൾ ഈ ബിഹേവിയറൽ അപ്രോച്ചിൽ പറയുന്നത് ഇറ്റ് അപ്ലൈസ് സയൻറ്റിഫിക് വേർഷൻ ടു ഹ്യൂമൻ റിലേഷൻസ് തിയറി എന്നാണ് പറയുന്നത്. അതായത് സൈക്കോളജി, സോഷ്യോളജി ആൻഡ് ആന്ത്രോപ്പോളജി ഇതിൻ്റെ എല്ലാ കോൺസെപ്റ്റും കൂടെ അപ്ലൈ ചെയ്തും കൊണ്ടാണ് ഈ സ്റ്റഡീഡ് ഹ്യൂമൻ ബിഹേവിയർ. മനസ്സിലായല്ലോ. സൈക്കോളജി എന്താ, സോഷ്യോളജി എന്താണ്, ആന്ത്രോപ്പോളജി എന്താണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ദ കോൺസെപ്റ്റ്സ് ഫ്രം വേരിയസ് ഡിസിപ്ലിൻസ് ആർ ടെസ്റ്റഡ് ബിഫോർ അപ്ലൈയിങ് ദം ഇൻ ദി ബിസിനസ് ഓർഗനൈസേഷൻ. പിന്നെ സെവറൽ സോഷ്യോളജിസ്റ്റ് ആൻഡ് സൈക്കോളജിസ്റ്റ് ലൈക്ക് ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഇവരെല്ലാവരും കൂടിയാണ് ദേ മെയ്ഡ് സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻ ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദിസ് അപ്രോച്ച്. അപ്പോൾ ദിസ് അപ്രോച്ച് ഇസ് എൻ എക്സ്റ്റെൻഷൻ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ റിലേഷൻസ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞ് ആസ് ദിസ് അപ്രോച്ച് സജസ്റ്റഡ് ദാറ്റ് ഇൻഡിവിജ്വൽസ് ഡിഫർ ഇൻ ദിയർ ആറ്റിറ്റ്യൂഡ്, പെർസെപ്ഷൻസ്, ദിയർ നീഡ്സ് ആൻഡ് ഗോൾസ് ഓൾസോ ഡിഫർ ഫ്രം ഓർഗനൈസേഷൻസ് നീഡ് ആൻഡ് ഗോൾസ്. അതായത് ഹ്യൂമൻ നീഡ്സും ഓർഗനൈസേഷൻ്റെ നീഡും രണ്ടും രണ്ടായിരിക്കും. സോ ദ നീഡ് ഇസ് ടു അച്ചീവ് ഫ്യൂഷൻ ബിറ്റ്വീൻ ഓർഗനൈസേഷൻസ് ഗോൾ ആൻഡ് ഹ്യൂമൻ നീഡ്സ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോണത് മോഡേൺ അപ്രോച്ചസ് ആണ്. മോഡേൺ അപ്രോച്ചസിൽ ഏതൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ മൂന്നെണ്ണമാണ്. ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച്, സിസ്റ്റം അപ്രോച്ച് ആൻഡ് കണ്ടിൻജൻസി അപ്രോച്ച്. ഇപ്പോൾ മോഡേൺ മാനേജ്മെൻറ്റ് തിയറീസ് നോക്കുന്ന സമയത്ത് ദീസ് തിയറീസ് ആർ റെസ്പോൺസീവ് ടു എൻവയോൺമെൻറ്റ് ചേഞ്ചസ്. ദേ വ്യൂ ഓർഗനൈസേഷൻ ആസ് ഡൈനാമിക് ഓപ്പൺ സിസ്റ്റംസ് ഹാവിങ് മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മൾട്ടി ഡിസിപ്ലിനറി ആൻഡ് ഡ്രോസ് നോളജ് ഫ്രം വേരിയസ് ഫീൽഡ്സ് ടു സോൾവ് കോംപ്ലെക്സ് ബിസിനസ് പ്രോബ്ലംസ്. അതായത് ഒരു ഡിസിപ്ലിനെ മാത്രമല്ല, പല പല ഡിസിപ്ലിൻസിന്ന് ഐഡിയാസ് ഡ്രോ ചെയ്തും കൊണ്ടാണ് ഒരു കോംപ്ലെക്സ് പ്രോബ്ലം സോൾവ് ചെയ്യുക. ഓക്കെ, സോ ദേ ഫോർകാസ്റ്റ് എൻവയോൺമെൻറ്റ് ചേഞ്ചസ് ത്രൂ സയൻറ്റിഫിക് ടെക്നിക്സ് ആൻഡ് ഡിസ്കൗണ്ട് ദം ടു ദ പ്രസൻറ്റ് ബിസിനസ് സിറ്റുവേഷൻസ്. സോ ദീസ് തിയറീസ് ഇൻക്ലൂഡ്, ഞാൻ പറഞ്ഞു കഴിഞ്ഞ് ക്വാണ്ടിറ്റേറ്റീവ് തിയറി വരുന്നുണ്ട്, സിസ്റ്റംസ് തിയറി വരുന്നുണ്ട്, കണ്ടിൻജൻസി തിയറി വരുന്നുണ്ട്, ശരിക്കും അതിൻ്റെ കൂടെ ഒരു ഓപ്പറേഷണൽ തിയറിയും കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് മോഡേൺ മാനേജ്മെൻറ്റ് തിയറീസ് ഉള്ളത്. ഫസ്റ്റ് വൺ ഇസ് ക്വാണ്ടിറ്റേറ്റീവ് തിയറി. ക്വാണ്ടിറ്റേറ്റീവ് തിയറിയിൽ പറയുന്നത് ഇറ്റ് യൂസസ് ദ സർവീസസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് സ്പെഷ്യലിസ്റ്റ് ടു അപ്ലൈ interdisciplinary techniques to solve business problems. It includes management science. അതായത് ഇറ്റ് യൂസസ് മാത്തമാറ്റിക്കൽ മോഡൽസ് ലൈക്ക് PERT, CPM, സിമുലേഷൻ എക്സെട്ര ടു സോൾവ് ബിസിനസ് പ്രോബ്ലംസ്. അതായത് ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചിൽ എന്താ ചെയ്തത് എന്നറിയാം, കുറച്ച് പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് സയൻറ്റിഫിക് മെത്തേഡ്സ് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അതിൽ വരുന്ന ഒന്നാണ് മാനേജ്മെൻറ്റ് സയൻസ്, പിന്നെ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ടെക്നിക്സ്. ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ഇറ്റ് അപ്ലൈസ് quantitative techniques of inventory management, statistical quality control, etc. to manage the production and delivery of goods and services. അതേമാതിരി MIS, Management Information System, it uses computer based information to make business decisions. അപ്പോൾ ഒരു ബിസിനസ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇതിൽ ക്വാണ്ടിറ്റേറ്റീവ് തിയറിയിൽ എന്താ ചെയ്തതെന്നാണ് പറയുന്നത്, it uses the services of quantitative specialist to apply interdisciplinary techniques to solve business problems. മനസ്സിലായോ? അപ്പോൾ ഈ അപ്രോച്ച് ഇൻസിസ്റ്റ് ഓൺ യൂസിങ് സയൻറ്റിഫിക് മെത്തേഡ്സ് ഫോർ പ്രോബ്ലം സോൾവിംഗ് എന്ന് പറഞ്ഞ് ഇറ്റ് ഓൾസോ ട്രൈസ് ടു ഡെവലപ്പ് നോർമറ്റീവ് മോഡൽസ് ഓഫ് മാനേജറിയൽ ആൻഡ് ഓർഗനൈസേഷണൽ ബിഹേവിയർ ഫോർ മാക്സിമൈസിങ് എഫിഷ്യൻസി. മനസ്സിലായോ? Approach makes extensive use of operations research and statistical methods for quantitative analysis for making objectively rational decisions.
ഇനി നമ്മൾ നോക്കാൻ പോണത് സിസ്റ്റംസ് അപ്രോച്ചാണ്. സിസ്റ്റംസ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ആസ് പെർ ദിസ് അപ്രോച്ച് ഓർഗനൈസേഷൻ ഇസ് വ്യൂഡ് ഫ്രം എ സിസ്റ്റം പോയിൻ്റ് ഓഫ് വ്യൂ. അതായത് മെയിൻ എലമെൻറ്റ്സ് ഓഫ് സിസ്റ്റം അപ്രോച്ച് ആർ എന്തൊക്കെയാണ് വരുന്നത്? ഓർഗനൈസേഷൻ ആസ് എ പേർപ്പസ്ഫുൾ സിസ്റ്റം കൺസിസ്റ്റിംഗ് ഓഫ് സെവറൽ interconnected and interdependent parts. ഇനി the parts or components of a system are called subsystem. ഇനി the position and function of each subsystem can be analyzed and understood only in relation to other subsystems and to organization as a whole. പിന്നെ സിനർജി എഫക്റ്റ് നോക്കുന്നുണ്ട് അവിടെ. അതേപോലെ എവറി സിസ്റ്റം ഹാസ് എ ബൗണ്ടറി ദാറ്റ് സെപ്പറേറ്റ് ഇറ്റ് ഫ്രം its environment. Feedback is useful in evaluating and improving the functioning of system. അപ്പോൾ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നതെന്ന് അറിയാം, സിസ്റ്റം അപ്രോച്ചിൽ എ കോമൺ pitfall of the classical behavioral and quantitative approaches is that they stress on one aspect of the organization at the expense of others. അതാണ് ഏറ്റവും വലിയൊരു പിറ്റ്ഫോളായി കണ്ടിട്ടുള്ളത് ക്ലാസിക്കൽ ആൻഡ് ബിഹേവിയറൽ തിയറീസിന്. വേറാസ് the classical approach emphasizes the task and structure. Behavioral approach emphasizes people and quantitative approach emphasizes എന്താണ് mathematical tools for decision making. അപ്പോൾ however it is difficult to know which aspect is more important and appropriate is given in a situation. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയിലാണ് സിസ്റ്റം അപ്രോച്ച് വന്നിരിക്കുന്നത്. സിസ്റ്റം അപ്രോച്ച് പ്രൊവൈഡ്സ് ആൻ ഇൻറ്റഗ്രേറ്റഡ് അപ്രോച്ച് ടു മാനേജ്മെൻറ്റ് പ്രോബ്ലംസ് ബൈ ലുക്കിംഗ് അറ്റ് ദി ഓർഗനൈസേഷൻ ആസ് എ ഹോൾ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് കണ്ടിൻജൻസി അപ്രോച്ച്. കണ്ടിൻജൻസി അപ്രോച്ചിൽ എന്താ വരുന്നതെന്ന് വെച്ചാൽ it is same like system approach, almost like system approach. It attempts to integrate all previous approaches of management thought. നേരത്തെ പറഞ്ഞിരിക്കുന്ന ബാക്കി എല്ലാ തോട്ട്സ് ഉണ്ടല്ലോ, മാനേജ്മെൻറ്റ് തോട്ട്സ്, ക്ലാസിക്കൽ, നിയോ ക്ലാസിക്കൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു അപ്രോച്ചാണ്. But this approach believes that principles and concepts have no universal applicability under all conditions. ഇപ്പം ഓരോ പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്, ആ പ്രിൻസിപ്പിൾസ് ഒക്കെ യൂണിവേഴ്സലി അപ്ലിക്കബിൾ, എല്ലാ സിറ്റുവേഷനിലും നമുക്ക് ഒരേപോലെ അപ്ലൈ ചെയ്യാനൊന്നും പറ്റില്ല. സോ ദർ ഈസ് നോ വൺ ബെസ്റ്റ് വേ ഓഫ് ഡൂയിങ് തിങ്സ് അണ്ടർ ഓൾ കണ്ടീഷൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ റിസൾട്ട്സ് ഡിഫർ ബിക്കോസ് സിറ്റുവേഷൻസ് ഡിഫർ. സോ ദിസ് അപ്രോച്ച് ആസ്ക് മാനേജേഴ്സ് to identify those techniques that suit the particular situation. Accordingly, managers have to develop a sort of situational sensitivity and practical sensitivity. അപ്പോൾ അതിനെ അടിസ്ഥാനമാക്കിയിട്ട് ഓരോ സിറ്റുവേഷൻ എങ്ങനെയൊക്കെ ഏതൊക്കെ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യാം, അതേപോലെ പ്രാക്ടിക്കൽ സെൻസിറ്റീവിന് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയുണ്ട് അതിനനുസരിച്ചിട്ടുള്ള തോട്ടാണ് ഏതിൽ വരുന്നത്, കണ്ടിൻജൻസി അപ്രോച്ചിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളെ ടെക്സ്റ്റിൽ പേജ് നമ്പർ 13 ഒരു ടേബിൾ തന്നിട്ടുണ്ട്, ഇവല്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റ്, ഏർലി കോൺട്രിബ്യൂഷൻസും ആളുകളുടെ പേരുണ്ട്, മാനേജ്മെൻറ്റ് തിങ്കേഴ്സിൻ്റെ അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്താണെന്നുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കുക. ഓക്കെ, താങ്ക് യു.